രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 7000 കടന്നു എന്ന വാർത്ത കൂടി വരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതിൽ കേരളത്തിൽ 3 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ വരുന്ന കണക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നവർക്ക് RT-PCR പരിശോധനയും നിർബന്ധമാക്കിയിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ള വാർത്ത വരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ മരണം കൂടി വരുന്നല്ലോ. SK ഈ രാജ്യത്തെ കോവിഡ് കേസുകൾ 7000 കടന്നു എന്നത് തന്നെയാണ്. ഒപ്പം SK സൂചിപ്പിച്ചതുപോലെ 7000 കടന്നു എന്നത് തന്നെയാണ്. ഒപ്പം SK സൂചിപ്പിച്ചതുപോലെ ഈ മരണം അത് സംബന്ധിച്ച് ചില ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിൽ മാത്രം 3 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 2 മരണവും മഹാരാഷ്ട്രയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 മരണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കേസുകളുടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണവും അത് 2000 കടന്നു. 2223 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് 170 കേസുകളുടെ വർധനവ് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഗുജറാത്തിലും ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1000 കടന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ, അതായത് ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതും കേരളത്തിലാണ്. ഇന്നലെ ഏതാണ്ട് 170 കേസുകളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ, അത് കോവിഡ് വ്യാപനം അത് രൂക്ഷമാകുന്നു എന്നതാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ തീവ്രത കുറവാണ് എന്നതാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കോവിഡ് മരണങ്ങൾ അത് വച്ച് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ചില നേരിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഈ രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നവർ, മന്ത്രിമാർ അടക്കമുള്ളവർക്ക് RT-PCR പരിശോധന ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യം അത് സൂക്ഷ്മമായി ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. SK അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മരണവും കൂടുന്നു. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ 3 പേർ മരിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്.